പ്രിയ സഹോദരങ്ങളെ, അന്ന് ദൈവം പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയമായിരിക്കും, പക്ഷെങ്കിൽ നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. ആ ഒരു ചുറ്റുപാട് ഇനി ഉണ്ടാകാതിരിക്കാനായിട്ട് മക്കളെ, ഞാൻ എൻ്റെ വീടിനെ ഒരു പ്രാർത്ഥനാലയമാക്കി മാറ്റിയിരിക്കുകയാണ്. നാനാജാതി മതസ്ഥർക്കും വന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള പ്രാർത്ഥന. ദൈവം ഒന്നേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൽ ഇന്ന് ഞാൻ ജീവനോട്ടിരിക്കുന്നു. ആ വിശ്വാസത്തിലല്ലായെങ്കിൽ നിങ്ങൾ ഹിന്ദുവാണെങ്കിലും ആരാണെങ്കിലും വന്ന് നിങ്ങളുടെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുക. നിങ്ങളെ ആരും ചോദിക്കത്തില്ല. ഈ വീട് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഓപ്പണായിരിക്കും. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം എന്ത് വേണേലും. പ്രാർത്ഥന എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ സ്വർഗരാജ്യം മുഴുവൻ കിട്ടുമെന്നുള്ള ചിന്തയല്ല വേണ്ടത്. നമുക്ക് സുഖവും സന്തോഷവും സഹോദര്യമായി ജീവിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി തരണമേ ദൈവമേ എന്നുള്ള ഒരു അപേക്ഷയായിരിക്കും നമ്മുടേത്. അല്ലാതെ അത്യാഗ്രഹവും അത് കൂടുതലോ ഒന്നും ആകരുത്. അതുകൊണ്ട് മക്കളെ, ഈ വീട് എപ്പോഴേക്ക് ഓപ്പണായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ വന്നതിന് സൗകര്യമായി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.